പുഴകളൊഴുകുന്ന പുഴപ്പണകൾ വളരുന്ന പച്ചപ്പണിഞ്ഞ മലബാറിൻ്റെ മണ്ണിൽ സാധാരണക്കാരുടെ വേദനകൾ കണ്ടറിഞ്ഞ ഒരു ദൈവമുണ്ടായിരുന്നു. ജാതിയോ മതമോ നോക്കാതെ അഗതികൾക്കും പാവപ്പെട്ടവർക്കും ആലംബമില്ലാത്തവർക്കും തുണയായവൻ. അവനാണ് പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ. ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യ ഹിയർ. എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം. ഉത്തര മലബാറിലെ കുറുമാത്തൂർ ദേശത്ത് ഒരു പ്രഭുഗൃഹത്തിൽ കുട്ടികളില്ലാതെ വിഷമിച്ച് ഒരമ്മയുണ്ടായിരുന്നു. അവൾക്ക് ശിവഭഗവാനോട് അതിയായ ഭക്തിയായിരുന്നു. ഒരു ദിവസം പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു കൊട്ടയിൽ ഒരു ദിവ്യ ശിശുവിനെ കണ്ടു. ആ കുട്ടിയെ ഭഗവാൻ ശിവന്റെ അനുഗ്രഹമായി കരുതി അവൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ അവനെ മുത്തപ്പൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. മുത്തപ്പൻ വളർന്നു. പക്ഷേ അവൻ മറ്റുള്ളവരെ പോലെയല്ലായിരുന്നു. മുത്തപ്പൻ താഴ്ന്ന ജാതിയിലുള്ളവരുമായി കൂട്ടുകൂടി, വേട്ടയാടി, അവർക്കൊപ്പം മാംസവും കള്ളും കുടിച്ചു. ഇത് യഥാസ്ഥികത ചിന്താഗതിക്കാരനായ അവൻ്റെ വളർത്തച്ഛനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരു ദിവസം ഇത് ചോദ്യം ചെയ്തപ്പോൾ മുത്തപ്പൻ തൻ്റെ ദിവ്യരൂപം വെളിപ്പെടുത്തി. ഞാൻ ഈ മനുഷ്യരുടെ ദുരിതം കാണാൻ വന്നവനാണ്. എനിക്ക് ഒരു കൂട്ടരെയും മാറ്റി നിർത്താൻ കഴിയില്ല, മുത്തപ്പൻ പറഞ്ഞു. അങ്ങനെ വീടും കുടുംബവും ഉപേക്ഷിച്ച് അവൻ യാത്രയായി. അവൻ മലകളിലൂടെ സഞ്ചരിച്ച് കുന്നത്തൂർ പാടിയിലെത്തി. അവിടെ വെച്ച് കള്ളു ചെത്തുന്ന ഒരു ചന്ദനെ കണ്ടു. ചന്ദൻ്റെ കല്ലിൽ നിന്ന് മുത്തപ്പൻ കുടിച്ചു. ഇത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ട ചന്ദൻ മുത്തപ്പനെ ആക്രമിക്കാൻ ശ്രമിച്ചു. കോപത്തോടെ മുത്തപ്പൻ ചന്ദനെ കല്ലാക്കി മാറ്റി. എന്നാൽ ചന്ദൻ്റെ ഭാര്യ മുത്തപ്പനോട് കേണപേക്ഷിച്ചു. അവളുടെ പ്രാർത്ഥന കേട്ട് മുത്തപ്പൻ കനിഞ്ഞു. ചന്ദന് ജീവൻ തിരികെ നൽകി. കുന്നത്തൂർ പാടിയിൽ നിന്ന് യാത്ര തുടർന്ന് തൻ്റെ വാസസ്ഥലം നിർണയിക്കാൻ മുത്തപ്പൻ ആകാശത്തേക്ക് ഒരു അമ്പ് തൊടുത്തു. ആ അമ്പ് ചെന്ന് വീണത് വളപ്പട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനിക്കടവിലാണ്. അങ്ങനെ എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടുകൊണ്ട് മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വാസമുറപ്പിച്ചു. അവിടെ ഇന്നും അവൻ ഭക്തരെ സ്വീകരിക്കുന്നു, അവരുടെ വിഷമങ്ങൾ കേൾക്കുന്നു. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും മുത്തപ്പൻ എന്നും താങ്ങും തണലുമാണ്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.